നമസ്കാരം, ഏവർക്കും ലിലു പ്രേംസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ എന്ന അക്ഷരം 2 ലൈനിൽ എങ്ങനെ എഴുതാമെന്നും വ കൊണ്ടുള്ള 2 പദങ്ങളും വ വച്ച് എങ്ങനെ കുരുവിയെ വരയ്ക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. ശ്രദ്ധിച്ചോളൂ. ടു ലൈനിൽ വാ എഴുതുന്നത് സെക്കൻഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലത്തെ ലൈൻ ടച്ച് ചെയ്ത് ഇത് കർവ്, താഴോട്ടുള്ളൊരു കർവ്, എന്നിട്ട് ചെറിയ ഒരു സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ടൊരു സ്റ്റാൻഡിങ് ലൈൻ. ഇതാണ് വ. വലുതായിട്ട് വ. ഓക്കെ, വ. ഇനി വ ഉപയോഗിച്ചുള്ള പദങ്ങൾ വല, വല, വള, വള, വാച്ച്, വര, വൃത്തം, വട്ടം. വൃത്തവും വട്ടവും ഒന്നാണ് കേട്ടോ, സർക്കിൾ. വട്ടം, ദെൻ കുരുവി. കുരുവി, കുരുവി, കുരുവി. അടുത്ത അരുവി, അരുവി. വിമാനം, വിമാനം. വാനം, ഓക്കെ. അപ്പം വ, വല, വള, വാച്ച്, വര, വൃത്തം, വട്ടം, കുരുവി, അരുവി, വിമാനം, വാനം. ഇനി വല എങ്ങനെ വരയ്ക്കാൻ നോക്കാം. വല, വല. വല, വല എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? മീൻ പിടിക്കാൻ ഉപയോഗിക്കും, മാങ്ങ പറിക്കാൻ ഉപയോഗിക്കും, അല്ലേ? അതുപോലെ കളിക്കാൻ വല കെട്ടും. പൊതുവെ നമ്മളെന്താ പറയുക, മീൻ പിടിക്കാൻ വല ഉപയോഗിക്കും. പക്ഷെ അതിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ചില സാധനങ്ങൾ അരിച്ചെടുക്കാൻ, അല്ലേ? അതായത് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് അരിച്ചെടുക്കാൻ വല ഉപയോഗിക്കും. അപ്പം വല കൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട്. അടുത്തെന്താ, വള. അപ്പോൾ ഇത് വല,
അടുത്ത് വള. 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 ഇനി വാച്ച്. വള, വാച്ച്. 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 ദെൻ വര. ഇതാണ് വര. 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 ദെൻ വൃത്തം. റൗണ്ട്, സർക്കിൾ, വട്ടം, വൃത്തം. വൃത്തം. ദെൻ അരുവി. അരുവി ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. പുഴ. അരുവി. പുഴയ്ക്ക് പകരം പറയുന്ന പദമാണ് അരുവി. സമയം അറിയാനാണ് നമ്മൾ വാച്ച് ഉപയോഗിക്കുന്നത്. അതായത് ഘടികാരം. ഘടികാരം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് കേട്ടോ. സമയം അറിയാൻ നമ്മൾ ഘടികാരവും വാച്ചൊക്കെ ഉപയോഗിക്കും. കയ്യിലണിയുന്ന ആഭരണമാണ് വള. ഓക്കെ. ദെൻ നമുക്ക് എങ്ങനെയാണ് വാനം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തിന് അമ്പരം എന്ന് പറയുന്നുണ്ട്, വാനം എന്ന് പറയുന്നുണ്ട്, മാനം എന്ന് പറയാറുണ്ട്. ദെൻ വിമാനം. ആകാശത്തൂടെ പോകുന്ന വളരെ വേഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു ഫാസ്റ്റസ്റ്റ് വെഹിക്കിളാണ് വിമാനം. ഓക്കെ. അടുത്ത് നമുക്ക് എങ്ങനെയാണ് കുരുവിയെ വരയ്ക്കുന്നതെന്ന് നോക്കാം. വാ ഉപയോഗിച്ച് എങ്ങനെയാണ് കുരുവിയെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ആദ്യം വാ എഴുതുക. വാ എഴുതി. എന്നിട്ട് കണ്ണ്. കണ്ണ്. കുരുവിയുടെ കണ്ണ് കേട്ടോ. കണ്ണ്. ദെൻ ചുണ്ട്. ചുണ്ട്. കുരുവിയുടെ ബോഡി. കാല്. കണ്ടോ കുരുവി. അപ്പോൾ ഇങ്ങനെ വാ വച്ച് നമുക്ക് കുരുവിയെ വരയ്ക്കാൻ സാധിക്കും. കുരുവി. കുരുവി എങ്ങനെ എഴുതുക? ക, പൂവിൻ്റെ ചിഹ്നം, ര, പൂവിൻ്റെ ചിഹ്നം, വാ, ഈയുടെ ചിഹ്നം. കുരുവി. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വാ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു റൈം പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നേരത്തെയുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിയുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്ത് കാണുക കേട്ടോ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.